Everything is an object in JavaScript. Probably ഇത് നിങ്ങൾ മുന്നേ ഓൾറെഡി കേട്ടിരിക്കാം. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ എത്രത്തോളം സത്യമുണ്ട് അല്ലെങ്കിൽ ലൈക്ക് ഹൗ റിയൽ ഈസ് ദ സ്റ്റേറ്റ്മെൻറ്റ്. സോ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാം. ആൻഡ് while doing that, we will be trying to create a mental model about JavaScript universe. At this time, we will be trying to understand എന്താണ് കോഡ്, എന്താണ് വാല്യൂ എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ ബിൽഡ് ചെയ്യുന്നതായിരിക്കും. If you are unsure what is a mental model, please go and watch my previous video. അവിടെ നമ്മൾ എന്താണ് മെൻ്റൽ മോഡൽ, ഒരു മെൻ്റൽ മോഡലിൻ്റെ ആവശ്യകത, ആൻഡ് വെൻ ഈസ് എ മെൻ്റൽ മോഡൽ വാലിഡ്, അത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. സോ വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് അൺലേൺ JS വിത്ത് കോഡർമങ്കി. മനുഷ്യൻ ഇതുവരെ നിർമ്മിച്ചതിൽ വൺ ഓഫ് ദ ഡംബസ്റ്റ് മെഷീൻസ് എന്തായാലും കമ്പ്യൂട്ടേഴ്സ് ആയിരിക്കും. കാരണം കമ്പ്യൂട്ടേഴ്സിന് മനസ്സിലാകുന്നത് രണ്ട് വാല്യൂസ് മാത്രമാണ്, 0 and 1s. ആൻഡ് കമ്പ്യൂട്ടറിൻ്റെ ഹാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് സർക്യൂട്ട്സ് ആണ്. ആൻഡ് ഈ സർക്യൂട്ട്സിന് മനസ്സിലാകുന്നത് രണ്ട് സ്റ്റേറ്റ് ആണ്, പവർ ഓൺ ആൻഡ് പവർ ഓഫ്. നിങ്ങളൊരു കമ്പ്യൂട്ടറിൽ നിങ്ങൾ ഫീഡ് ചെയ്യുന്ന പവർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കമ്പ്യൂട്ടേഴ്സ് ജസ്റ്റ് ബഞ്ച് ഓഫ് സം പ്ലാസ്റ്റിക് ആൻഡ് മെറ്റൽസ്. ആൻഡ് കമ്പ്യൂട്ടറിന് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം എന്ന് പറയാതെ അതിനൊന്നും തന്നെ ചെയ്യാൻ അറിയില്ല. അപ്പോൾ വി റൈറ്റ് കോഡ് ടു ഗിവ് ഇൻസ്ട്രക്ഷൻസ് ടു ദ കമ്പ്യൂട്ടർ ടു ഗെറ്റ് തിങ്സ് ഡൺ. സോ അങ്ങനെയാണ് ലൈക്ക് വി ഗെറ്റ് ദ തിങ്സ് ഡൺ ഇൻ കമ്പ്യൂട്ടർ. ആൻഡ് ട്രസ്റ്റ് മീ, നമ്മൾ ചെയ്യേണ്ട ഈച്ച് ആൻഡ് എവറിഥിങ് വി ഹാവ് ടു ഇൻസ്ട്രക്ട് ദ കമ്പ്യൂട്ടർ. സോ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി സംതിങ് ലൈക്ക് ആഡ് ടു നമ്പേഴ്സ് ആൻഡ് സ്റ്റോർ ദ റിസൾട്ട് ഇൻ എ വാരിയബിൾ. സോ ഇവിടെ നമ്മൾ ഫൂ എന്നൊരു വാരിയബിളിലോട്ട് 2+3 ആഡ് ചെയ്തിട്ടുള്ള സമ്മിനെ സ്റ്റോർ ചെയ്യുന്നു. ഇഫ് യു വാണ്ട് ടു കോൾ എ ഫംഗ്ഷൻ യു ഹാവ് ടു ഡു സംതിങ് ലൈക്ക് ദിസ്. ആൻഡ് റിപ്പീറ്റഡ്ലി ഇഫ് യു വാണ്ട് ടു ഡു സംതിങ് യു നീഡ് ടു യൂസ് എ ലൂപ്പ്. സോ ഇത്തരം ഇൻസ്ട്രക്ഷൻസ് നമ്മൾ കമ്പ്യൂട്ടറിലോട്ട് ഫീഡ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. സോ ഈ ഇൻസ്ട്രക്ഷൻസ് ബേസിക്കലി നമ്മൾ എഴുതുന്ന ഈ പ്രോഗ്രാം അല്ലെങ്കിൽ കോഡിൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് വാരിയബിൾസ്. നമ്മൾ കണ്ട പോലെ ലൈക്ക് ഫൂ എന്നുള്ളൊരു വാരിയബിളാണ്. There are values, നമ്മൾ കണ്ടു 2, 3, string apple. So these are basically the values. Function calls ഉണ്ട്, then loops ഉണ്ട്. Loops can be while, for in, for off, അങ്ങനെ പല ലൂപ്സ് ഉണ്ട്. സോ ഇതാണ് ബേസിക്കലി ഒരു കോഡിൻ്റെ കമ്പണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് വി വിൽ സ്റ്റാർട്ട് ബൈ എക്സ്പ്ലോറിങ് വാട്ട് ഈസ് മെൻ ബൈ വാല്യൂസ് ആൻഡ് let us try to get into some details on values. വാല്യൂസിനെ കുറിച്ച് കുറച്ച് ഡീപ്പായിട്ട് പോകുന്നതിന് മുന്നേ ലെറ്റസ് ട്രൈ ടു സ്റ്റഡി സം കോസ്മോളജി. കോസ്മോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോസ്മോസിനെ കുറിച്ചുള്ള പഠനമാണ്. ആൻഡ് ഐ തിങ്ക് റിയൽ വേൾഡ് എക്സാമ്പിൾസ് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ബെറ്റർ ടു എക്സ്പ്ലെയിൻ തിങ്സ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഇൻ എൻ ഈസിയർ വേ. സോ അതുകൊണ്ട് ലൈക്ക് ഐ വിൽ ബി ട്രൈങ് ടു കോറിലേറ്റ് ലോട്ട് ഓഫ് തിങ്സ് വിത്ത് റിയൽ വേൾഡ് എക്സാമ്പിൾസ്. സോ ഇതിനായിട്ട് നമ്മൾ ആദ്യം ലെറ്റസ് തിങ്ക് അബൌട്ട് നമ്മുടെ ഭൂമി, എർത്തിനെ കുറിച്ച് ചിന്തിക്കുക. ആൻഡ് എർത്ത് ഈസ് പാർട്ട് ഓഫ് മിൽക്കി വേ ഗാലക്സി. ഈ മിൽക്കി വേ ഗാലക്സിയിൽ എർത്തിന് പുറമെ ദർ ആർ ലൈക്ക് നദർ പ്ലാനറ്റ്സ്. പിന്നെ ഈ ഭൂമിയുടെ പുറത്ത് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത സാറ്റലൈറ്റ്സ് ഉണ്ട്, ആസ്ട്രോയിഡ്സ്, മീറ്റിയറോയിഡ്സ്, അങ്ങനെ പല സംഭവങ്ങളും ഉണ്ട്. നമ്മൾ ഭൂമിയെ കുറിച്ച് പഠിക്കാൻ നോക്കുന്ന സമയത്ത് നമുക്ക് രണ്ട് അപ്രോച്ചാണ് സ്വീകരിക്കാൻ പറ്റുന്നത്. ഒന്ന്, നമ്മൾ ഭൂമിയെ സ്പേസിൽ നിന്ന് വീക്ഷിച്ചുകൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ഈ ഒരു അപ്രോച്ച് കുറച്ചും കൂടെ ഡൈവ് ഇൻ ആണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് വി വിൽ ബി ട്രൈങ് ടു ഗെറ്റ് ഇൻ ടു ഇൻറ്റേർണൽസ് ഓഫ് ദ പ്ലാനറ്റ്. നമ്മുടെ ഭൂമിയുടെ ക്രസ്റ്റ്, മാൻഡിൽ, കോർ, അങ്ങനെയുള്ള ഭാഗങ്ങളെക്കുറിച്ചൊക്കെ ആയിരിക്കും നമ്മൾ കൂടുതലായിട്ട് പഠിക്കുന്നുണ്ടാവുക. അടുത്തൊരു അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഭൂമിയിൽ നിന്നുകൊണ്ട് തന്നെ ഭൂമിയെക്കുറിച്ച് പഠിക്കാം. അപ്പോൾ ഭൂമിയുടെ ഉപരിതലം, അറ്റ്മോസ്ഫിയർ, പിന്നെ ഭൂമിയുടെ പുറത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. സോ ഇതൊരു ഡൈവ് ഔട്ട് കൈൻഡ് ഓഫ് അപ്രോച്ചാണ്. ഈ ഒരു അപ്രോച്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ഇൻറ്റേർണൽസ് ആൻഡ് ലൈക്ക് ഇംപ്ലിമെൻറ്റേഷൻ. നമ്മുടെ ഭൂമിയുടെ അകത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് പകരമായിട്ട് നമ്മുടെ ഭൂമിയുടെ പുറത്തെന്താണോ അല്ലെങ്കിൽ ലൈക്ക് പ്രതലത്തിൽ എന്താണോ എന്നുള്ളതിനെക്കുറിച്ചായിരിക്കും നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നത്. സോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഈ മെൻ്റൽ മോഡലിന് വേണ്ടിയിട്ട് നമ്മൾ ഈ രണ്ടാമത്തെ ഒരു അപ്രോച്ചായിരിക്കും സ്വീകരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഭൂമിയിൽ നിന്ന് ബാക്കി സ്പേസിനെ വീക്ഷിക്കുന്ന സമയത്ത് എന്താ നമ്മൾ കാണുന്നത്?
കുറേ പ്ലാനറ്റ്സ് ഉണ്ട്, കുറേ സാറ്റലൈറ്റ്സ് ഉണ്ട്, ആൻഡ് ദേ ആർ ലൈക്ക് ഫ്ലോട്ടിങ് അറൗണ്ട് അവർ എർത്ത്. ആൻഡ് നമ്മുടെ ചന്ദ്രൻ നമ്മുടെ ഭൂമിനെ ഓർബിറ്റ് ചെയ്യുന്നുണ്ട്, ആൻഡ് ഭൂമിയും മറ്റ് ഗ്രഹങ്ങളും സൂര്യനെ ഓർബിറ്റ് ചെയ്യുന്നുണ്ട്, ആൻഡ് എഗെയിൻ സൺ ഓർബിറ്റ്സ് ദ സെൻറ്റർ ഓഫ് മിൽക്കി വേ ഗാലക്സി. സോ അങ്ങനെ ഒരു വലിയൊരു സിസ്റ്റമാണിത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ കുറച്ച് ക്ലോസ്ലി ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് വി സീ ദാറ്റ് ദിസ് പ്ലാനറ്റ്സ്, ആസ്ട്രോയിഡ്സ് ആൻഡ് മീറ്റിയറോയിഡ്സ് അതെല്ലാം ഭൂമിയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ദൂരെയാണ്. ആൻഡ് നമ്മുടെ ഹ്യൂമൻ മെയ്ഡ് സാറ്റലൈറ്റ്സ് ആൻഡ് ദേ സീംസ് ടു ബി റിയലി ക്ലോസർ ടു ദ പ്ലാനറ്റ്. സോ ചിലത് ഭൂമിയുടെ അടുത്തും ചിലത് ഭൂമിയിൽ നിന്നും വളരെ ദൂരെ ആയിട്ടുള്ളതുപോലെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ മെൻ്റൽ മോഡൽ, ജാവാസ്ക്രിപ്റ്റ് യൂണിവേഴ്സിനെ കുറിച്ചുള്ള മെൻ്റൽ മോഡൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ നമ്മൾ എന്താ കണ്ടത്? നമ്മുടെ യൂണിവേഴ്സ് ഉണ്ട്, അവിടെ നമ്മുടെ ഭൂമിക്ക് ചുറ്റും പല പ്ലാനറ്റ്സ് ആൻഡ് സാറ്റലൈറ്റ്സ്. ഈ ഒരു സെയിം മോഡൽ നമ്മൾ നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് യൂണിവേഴ്സിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഭൂമിക്ക് പകരം അവിടെ നമ്മുടെ പ്ലാനറ്റായിട്ട് വരുന്നത് എന്താണ്? നമ്മുടെ കോഡായിരിക്കും. നമ്മൾ എഴുതുന്ന പ്രോഗ്രാം അല്ലെങ്കിൽ കോഡിനെ നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് യൂണിവേഴ്സിലെ ഒരു പ്ലാനറ്റായിട്ട് നമുക്ക് ആലോചിക്കാം. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് നമ്മുടെ വാല്യൂസ്, നമ്മുടെ കോഡിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന വാല്യൂസ്, ദേ വിൽ ബി ലൈക്ക് ദ ആസ്ട്രോയിഡ്സ് ആൻഡ് മീറ്റിയറോയിഡ്സ് ദാറ്റ് ലിവ് ഔട്ട്സൈഡ് ദ പ്ലാനറ്റ്. നമ്മുടെ പ്ലാനറ്റിന് പുറമെയുള്ള മീറ്റിയറോയിഡ്സ്, ആസ്ട്രോയിഡ്സ് പോലെ ആയിരിക്കും നമ്മുടെ വാല്യൂ, ആൻഡ് ദേ വിൽ ബി ഫ്ലോട്ടിങ് അറൗണ്ട് ദ പ്ലാനറ്റ്. The main thing to understand is the values are not inside the code. നമ്മുടെ കോഡിനകത്തല്ല നമ്മുടെ വാല്യൂ, മറിച്ച് ഈ വാല്യൂസ് എല്ലാം എന്താണ്? നമ്മുടെ കോഡിൻ്റെ പുറത്താണ്. ആൻഡ് ആസ് ആൻഡ് വെൻ റിക്വയർഡ് നമ്മൾ നമ്മുടെ കോഡിനകത്ത് ഈ വാല്യൂസിനെ റെഫർ ചെയ്യുന്നതായിരിക്കും. ആൻഡ് നമ്മൾ കുറച്ചും കൂടെ ക്ലോസ്ലി ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചില വാല്യൂസ് നമ്മുടെ കോഡിനോട് വളരെ അടുത്തും ചില വാല്യൂസ് നമ്മുടെ കോഡിൽ നിന്ന് വളരെ ദൂരെയായിരിക്കും, നമ്മുടെ പ്ലാനറ്റ്സും സാറ്റലൈറ്റ്സും പറഞ്ഞ പോലെ. അപ്പോൾ ഈ ഒരു മെൻ്റൽ മോഡൽ വെച്ച് നമ്മൾ ഒരു രാത്രി നമ്മുടെ ആകാശം, സ്കൈ നോക്കുകയാണെന്ന് വിചാരിക്കുക. സോ അങ്ങനെ ഒരു രാത്രിയിൽ നമ്മൾ നമ്മുടെ ആകാശത്തോട്ട് നോക്കുമ്പോൾ നമ്മൾ എന്തായിരിക്കും കാണുക? കുറേ നക്ഷത്രങ്ങളെ ആയിരിക്കും, അല്ലേ? പക്ഷേ ഈ നക്ഷത്രങ്ങളിൽ നിന്ന്, ഇപ്പോൾ ഭൂമിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഈ നക്ഷത്രത്തിൽ നിന്ന് ഏതൊക്കെ നക്ഷത്രങ്ങളാണ് നമ്മുടെ സാറ്റലൈറ്റ്സ് എന്നോ അല്ലെങ്കിൽ ഏതൊക്കെ നക്ഷത്രങ്ങളാണ് ബാക്കിയുള്ള പ്ലാനറ്റ്സ് എന്നോ നമുക്കൊരിക്കലും വേർതിരിച്ച് കാണാൻ പറ്റില്ല, അല്ലേ? അപ്പോൾ അങ്ങനെ നമ്മൾക്ക് ഇപ്പോൾ ഭൂമിയിൽ നിന്നും ദൂരെയുള്ള കാര്യങ്ങൾ വളരെ അടുത്തായിട്ട് കാണണം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കുറച്ചും കൂടെ ഡീപ്പായിട്ട് പഠിക്കണം, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം മനസ്സിലാക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻ്റ് ഏതായിരിക്കും? ഒബ്വിയസ്ലി ഒരു ടെലസ്കോപ്പ് ആയിരിക്കും. ആ ഒരു സെയിം കൺസെപ്റ്റ് എഗെയിൻ നമ്മൾ നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് യൂണിവേഴ്സിലോട്ട് പോർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. സോ ഇവിടെ നമ്മുടെ ഭൂമിക്ക് പകരം നമ്മുടെ കോഡുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സെയിം ഒരു കൂരാക്കൂരിട്ടത്ത് ഒരു രാത്രി നമ്മൾ നമ്മുടെ കോഡ് പ്ലാനറ്റിൽ നിന്നുകൊണ്ട് കോഡിൻ്റെ ഔട്ടർ സ്പേസിലുള്ള കാര്യങ്ങൾ നമ്മൾ വീക്ഷിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് എഗെയിൻ വി ആർ സീയിങ് ലോട്ട് ഓഫ് നക്ഷത്രങ്ങൾ. അപ്പോൾ ഈ നക്ഷത്രങ്ങൾ കാണുമ്പോൾ എഗെയിൻ ഇറ്റ്സ് റിയലി ഹാർഡ് ടു ഡിസ്റ്റിങ്വിഷ് ഇത് എന്ത് ടൈപ്പ് വാല്യൂ ആണ് എന്നുള്ളത് നമുക്ക് വേർതിരിച്ചറിയാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ടെലസ്കോപ്പ് പോലെ തന്നെ ഇവിടെയും നമുക്ക് ഒരു ടെലസ്കോപ്പിന് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ ഭൂമിയുടെ കാര്യത്തിൽ യൂസ് ചെയ്ത പോലെ നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് യൂണിവേഴ്സിൽ നമുക്കൊരു ടെലസ്കോപ്പിന് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ടെലസ്കോപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഓരോ നക്ഷത്രങ്ങളെയും വീക്ഷിക്കുക, അതിൻ്റെ ടൈപ്പ് എന്താണെന്ന് മനസ്സിലാക്കാൻ നോക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ ഫസ്റ്റത്തെ നക്ഷത്രത്തിനെ ടെലസ്കോപ്പിലൂടെ നോക്കുന്ന സമയത്ത് അവിടെ നമ്മൾ കാണുന്നത് എന്താണ്? ഒരു സ്ട്രിങ് ആയിട്ട് നമുക്ക് കാണുന്നു. അപ്പോൾ അത് സ്ട്രിങ് ആണ് എന്ന് നമുക്ക് എങ്ങനെ നമുക്ക് മനസ്സിലായി? കാരണം ഇറ്റ് ഈസ് എ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് ഉണ്ട്, അതിന് ഡബിൾ കോഡ്സ് ഉണ്ട്. സോ സ്ട്രിങ്ങിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ജാവാസ്ക്രിപ്റ്റിൽ ഈദർ വി ക്യാൻ യൂസ് ഡബിൾ കോഡ്സ് ഓർ സിംഗിൾ കോഡ്സ്, ഇറ്റ്സ് അപ് ടു അസ്. ആൻഡ് ഇപ്പോൾ ഇവിടെ നമ്മളൊരു സ്ട്രിങ് കണ്ടു, അല്ലേ? ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ട സ്ട്രിങ് എന്താണ്? ഫൂ എന്നുള്ളൊരു സ്ട്രിങ് ആണ്. നമുക്ക് ഫോർ ഓൾ ദ സ്ട്രിങ്സ് ദാറ്റ് യു ക്യാൻ ഇമാജിൻ, നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന എല്ലാ സ്ട്രിങ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് യൂണിവേഴ്സിൽ ഒരു വാല്യൂ ഉണ്ടായിരിക്കും. സോ ഫൂവിനൊരു വാല്യൂ ഉണ്ടായിരിക്കും, ബാറിനൊരു വാല്യൂ ഉണ്ടായിരിക്കും, ക്യാറ്റിനൊരു വാല്യൂ ഉണ്ടായിരിക്കും. അങ്ങനെ എല്ലാ സ്ട്രിങ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് യൂണിവേഴ്സിൽ ഒരു വാല്യൂ ഉണ്ടായിരിക്കും. വി കീപ്പ് ഓൺ എക്സ്പ്ലോറിങ്. സോ നമ്മൾ നമ്മുടെ അടുത്ത സ്റ്റാറിനെ ടെലസ്കോപ്പിലൂടെ നോക്കുന്നു, വി സി ഇറ്റ്സ് എ നമ്പർ. സോ
numbers also exist in the JavaScript universe, as we said in case of string. For each number that is there, like നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന എല്ലാ നമ്പേഴ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് യൂണിവേഴ്സിൽ ഒരു വാല്യൂ ഉണ്ടായിരിക്കും. ആൻഡ് നമ്പേഴ്സിൻ്റെ റേഞ്ച് പറയുമ്പോൾ നമ്മൾ നോർമലി എന്താണ് പറയുക, നെഗറ്റീവ് ഇൻഫിനിറ്റി ടു പോസിറ്റീവ് ഇൻഫിനിറ്റി. അപ്പോൾ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി ദ എൻഡ് ഓഫ് ഹ്യൂമൻ തിങ്കിങ് കപ്പാബിലിറ്റി. നമുക്ക് മനുഷ്യനെന്ന നിലയിൽ ചിന്തിക്കാൻ പറ്റുന്നതിൻ്റെ അന്ത്യത്തെയാണ് നമ്മൾ ലൈക്ക് ദ എൻഡ്, അതിനെയാണ് നമ്മൾ ഇൻഫിനിറ്റി കൊണ്ട് റെഫർ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ലൈക്ക് വാസ്റ്റ് റേഞ്ച് നമ്പേഴ്സ് നമുക്ക് യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്നില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ജാവാസ്ക്രിപ്റ്റിൽ ഉള്ള നമ്പേഴ്സിനെ നമ്മൾ 2 ടൈപ്സ് ആയിട്ട് അല്ലെങ്കിൽ 2 വാല്യൂ സെറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ദ ഫസ്റ്റ് സെറ്റ് ഇസ് ദ നമ്പർ വിത്തിൻ ദ റേഞ്ച് ലെസ് ദാൻ 2⁻53 - 1. സോ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു സെറ്റ് നമ്പേഴ്സും, പിന്നെ അടുത്ത സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ നമ്പേഴ്സ് ബിയോണ്ട് ദാറ്റ്. സോ ഈ 2⁻53 - 1-ന് പുറത്തുള്ള ആ റേഞ്ചിന് പുറത്തുള്ള നമ്പേഴ്സ് they are definitely bigger numbers അല്ലേ. സോ അതിന് ജാവാസ്ക്രിപ്റ്റിലുള്ള ടൈപ്പാണ് ബിഗിൻ്റെ. ആൻഡ് ലെസ് ദാൻ 2⁻53 - 1 ദാറ്റ് ഈസ് ദ സേഫസ്റ്റ് ഇൻറ്റീജർ. അതാണ് ഒരു റേഞ്ചിന് നമ്മൾ പറയുന്നത്. സോ ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ സേഫസ്റ്റ് ഇൻറ്റീജർ, ദ ടൈപ്പ് ഈസ് ജസ്റ്റ് നമ്പർ. ആൻഡ് ഗ്രേറ്റർ ദാൻ സേഫസ്റ്റ് ഇൻറ്റീജർ വി കോൾ ഇറ്റ് ബിഗിൻഡ്. ആൻഡ് ബിഗിൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗർ ഇൻറ്റീജർ, അങ്ങനെയാണ് ബിഗിൻഡ് എന്നുള്ളത്. ആൻഡ് നമുക്ക് ഒരു നമ്പറിനെയും ഒരു ബിഗിൻഡിനെയും എങ്ങനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റും? സോ ദർ വിൽ ബി ആൻ എൻ ദാറ്റ് ഈസ് പ്രൊസീഡിങ് ദ നമ്പർ. സോ ആ ഒരു നമ്പർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എൻഡിങ് വിത്ത് ആൻ ലെറ്റർ എൻ. സോ ഈ ഒരു എൻഡിങ്ങിൽ എൻ ഉണ്ടെങ്കിൽ വി നോ ദാറ്റ് ഇറ്റ്സ് എ ബിഗിൻഡ്. സോ ബിഗിൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആസ്ട്രോണമിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ കാൽക്കുലേഷൻസ്, ബിഗർ നമ്പേഴ്സ് വരുന്നതിൻ്റെ ആപ്ലിക്കേഷൻസ്, അവിടെയൊക്കെയാണ് നമ്മൾ ഈ ബിഗിൻഡ് നമ്പേഴ്സിനെ യൂസ് ചെയ്യുക. സോ നമ്മൾ അടുത്ത സ്റ്റാറിനെ നോക്കുമ്പോൾ അത് എന്താണ്, ഒരു ട്രൂ എന്നുള്ളൊരു വാല്യൂ ആണ്. അപ്പോൾ ആ വാല്യൂവിൻ്റെ ടൈപ്പ് എന്താണ്? ബൂളിയൻ. സോ വി യൂസ് ബൂളിയൻ ടു ആൻസർ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഇൻ ജാവാസ്ക്രിപ്റ്റ്. യെസ് ഓർ നോ ലൈക്ക് 3 is greater than 4, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അല്ലേ. സോ അതിനൊക്കെ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബൂളിയൻസ് യൂസ് ചെയ്യുക. ബൂളിയൻസ് 2 വാല്യൂസ് ആണുള്ളത്. വൺ ഈസ് ട്രൂ ആൻഡ് അനദർ ഈസ് ഫാൾസ്. പിന്നീട് അടുത്ത സ്റ്റാറിലോട്ട് പോകുമ്പോൾ നമ്മൾ അതൊരു നള്ളാണ് എന്ന് കാണുന്നു. സോ നൾ വാല്യൂസ് ആർ യൂസ്ഡ് ഫോർ സെറ്റിംഗ് ലൈക്ക് ഇൻറ്റൻഷനലി എംപ്റ്റിനെസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നൾ യൂസ് ചെയ്യുന്നത്. സോ ഇൻറ്റൻഷനലി സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സപ്പോസ് നിങ്ങൾക്കൊരു വാല്യൂ ഉണ്ട്, അതിന് നിങ്ങൾക്ക് എക്സ്പ്ലിസിറ്റ് ആയിട്ട് അത് വോയിഡ് ആണ് അല്ലെങ്കിൽ ഇതിൽ എംപ്റ്റി ആണ് എന്ന് പറയണമെങ്കിൽ നിങ്ങൾ നൾ യൂസ് ചെയ്യും. ആൻഡ് അൺഇൻറ്റൻഷനലി നിങ്ങൾക്കൊരു വാല്യൂവിനെ എംപ്റ്റി ആയിട്ട് കാണിക്കണമെങ്കിൽ വി യൂസ് സംതിങ് കോൾഡ് അൺഡിഫൈൻഡ്. അപ്പോൾ എംപ്റ്റിനെസ് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതർ യു ഹാവ് നൾ ഫോർ ഇൻറ്റൻഷണൽ എംപ്റ്റിനെസ് ആൻഡ് ഫോർ അൺഇൻറ്റൻഷണൽ എംപ്റ്റിനെസ് നിങ്ങൾക്ക് എന്തുണ്ട്, അൺഡിഫൈൻഡ് ഉണ്ട്. സോ അൺഡിഫൈൻഡ് യൂസ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് സപ്പോസ് നിങ്ങൾക്കൊരു വാരിയബിൾ ഉണ്ട് എക്സ്. അപ്പോൾ എക്സിൽ യു ആർ എക്സ്പെക്ടിങ് വാല്യൂ ലൈക്ക് 10. നിങ്ങളവിടെ ഒരു 10 എന്നുള്ളൊരു ഇൻറ്റീജറിനെയാണ് അല്ലെങ്കിൽ ഒരു നമ്പറിനെയാണ് നിങ്ങൾ നോർമൽ കേസിൽ എക്സ്പെക്ട് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. ബട്ട് നിങ്ങളത് ആ ഒരു വാരിയബിളിനെ നിങ്ങൾ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ ആ വാല്യൂവിനെ നിങ്ങൾ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇഫ് യു ആർ ഗെറ്റിംഗ് അൺഡിഫൈൻഡ് ദാറ്റ് മീൻസ് ദാറ്റ് വാല്യൂ ഇസ് മിസ്സിംഗ്. സോ ദാറ്റ് ഈസ് വാട്ട് ഐ മെൻ ബൈ അൺഇൻറ്റൻഷണൽ എംപ്റ്റിനെസ്. മനസ്സിലായി എന്ന് വിചാരിക്കും. ഓക്കെ, നമ്മൾ അടുത്ത സ്റ്റാറിലോട്ട് പോകുന്നു. ലൈക്ക് വി ആർ കണ്ടിന്യൂയിങ് ദ എക്സ്പ്ലോറേഷൻ. സോ ഇവിടെ നമ്മൾ ഒരു സിമ്പലിലാണ് എത്തി നിൽക്കുന്നത്. സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജാവാസ്ക്രിപ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വാല്യൂ ആണ്. ആൻഡ് സിമ്പലിൻ്റെ ടൈപ്പ് സിമ്പിൾ തന്നെയാണ്. ആൻഡ് സിമ്പിൾസ് ആർ യൂസ് ഫോർ ക്രിയേറ്റിംഗ് യുണീക്ക് കീസ് ഫോർ ഒബ്ജക്റ്റ്. നമ്മുടെ ഒബ്ജക്ട്സിന് വേണ്ട യുണീക്ക് കീസിനെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിമ്പിൾ യൂസ് ചെയ്യുക. ആൻഡ് ഇതെന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ഡേറ്റ ഹൈഡിങ്, എൻക്യാപ്സുലേഷൻ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ലൈക്ക് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിമ്പിൾസ് യൂസ് ചെയ്യുന്നത്. തൽക്കാലം സിമ്പിൾസിനെ കുറിച്ച് നമുക്ക് ഇത്രമാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, ഇതാണ് നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ ഉള്ള ആകെ കൂടെയുള്ള പ്രിമിറ്റീവ് ടൈപ്സ് എന്ന് പറയുന്നത്. ഇതുവരെ നമ്മൾ കണ്ടത്. അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ട എല്ലാ സ്റ്റാർസും എന്താണ് അതിൻ്റെ പ്രത്യേകത? എന്താ? ദേ ആർ ലൈക്ക് റിയലി ഫാർ. നമ്മുടെ കോഡിൽ നിന്നും വളരെ ദൂരെയായിരുന്നു അവർ. നമ്മളുടെ യൂണിവേഴ്സ് ലൈക്ക് മിൽക്കി വേയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ള നമ്മുടെ ആസ്ട്രോയിഡ്സ് ആൻഡ് മീറ്റിയോറോയിഡ്സിൻ്റെ പോലെയാണ് നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് യൂണിവേഴ്സിലുള്ള ഈ വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് ഈ വാല്യൂസ് എല്ലാം നമ്മുടെ കോഡിൽ നിന്ന് വളരെ ദൂരെയായ കാരണം വി ക്യാൻ സേ ദേ ആർ ഇമ്മ്യൂട്ടബിൾ. ഇമ്മ്യൂട്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് വി കാണ്ട് മാനിപ്പുലേറ്റ് ഓർ ചേഞ്ച് ദം. സോ നമ്മൾ നമ്മുടെ കോഡിൽ ഈ വാല്യൂസിനെ റെഫർ ചെയ്യാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ, അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഞാൻ നേരത്തെ മുന്നേ പറഞ്ഞ പോലെ ഓൾ ദീസ് വാല്യൂസ് ആർ യുണീക്ക്. സോ ഞാൻ നേരത്തെ പറഞ്ഞു ക്യാറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു വാല്യൂ ഉണ്ട്, ബാറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു വാല്യൂ ഉണ്ട്, നമ്പർ 10ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു വാല്യൂ ഉണ്ട്. അപ്പോൾ
അതുപോലെ തന്നെ അങ്ങനെ തന്നെ എല്ലാ പ്രിമിറ്റീവ് വാല്യൂസും യുണീക്ക് ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ സോളാർ സിസ്റ്റത്തിൻ്റെ കേസ് അഗെയിൻ ഇതൊരു മോഡലായിട്ട് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ നമുക്ക് എന്തുണ്ട്, ഒറ്റ സൂര്യൻ, ഒരു മാർസ്, ഒരു സാറ്റേൺ. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ എല്ലാം ലൈക്ക് ഇൻഡിവിജ്വൽ ആൻഡ് യുണീക്ക് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു എക്സ്പ്രഷൻ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ വെദർ ലൈക്ക് ഇവിടെ നമ്മൾ എന്താ നോക്കുന്നത്, വി ആർ ആസ്കിങ് വെദർ ക്യാപിറ്റൽ എ വിച്ച് ഇസ് എ സ്ട്രിങ് ഈസ് ഈക്വൽ ടു സ്മോൾ എ വിച്ച് ഇസ് അഗെയിൻ എ സ്ട്രിങ്. ആൻഡ് ഡെഫിനറ്റ്ലി ദേ ആർ നോട്ട് ഈക്വൽ. കാരണം ഒരിക്കലും ക്യാപിറ്റൽ എ സ്മോൾ എ ആയിട്ട് ഈക്വൽ ആവില്ല. നമ്മൾ പറഞ്ഞു primitive values എല്ലാം യുണീക്ക് ആണെന്ന്. ആൻഡ് ദ സെയിം അപ്ലൈസ് ഫോർ ദ നെക്സ്റ്റ് എക്സ്പ്രഷൻ. സോ വി ആർ കമ്പയറിംഗ് ലൈക്ക് നമ്പർ സ്ട്രിങ് വിത്ത് എ സ്ട്രിങ് ആൻഡ് നമ്പർ 10 വിത്ത് എ സ്ട്രിങ് 10. സോ അവിടെയും അതെന്തായാലും ഈക്വൽ ആകാൻ പോകുന്നില്ല. ആൻഡ് ഇത്രയേറെ ലൈക്ക് സോ ഇവിടെ നമ്മൾ ലൈക്ക് 7 ടൈപ്സാണ് ഡിസ്കസ് ചെയ്തത്. പക്ഷേ ഇതിൽ നമ്മൾ ലൈക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രിങ്സ്, നമ്പേഴ്സ്, ബുളിയൻ, നൾ, അൺഡിഫൈൻഡ്. സോ ഈ ടൈപ്സിനെയാണ് നമ്മൾ ടൈപ്പ് ഓഫ് വാല്യൂസാണ് നമ്മൾ കുറേ അധികമായിട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മളുടെ എന്താണ് സിമ്പിൾസും ബിഗിൻറ്റും അത്ര ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറില്ല. അപ്പോൾ നമ്മൾ ഇനിയും നമുക്ക് സ്റ്റാർസ് ഉണ്ടല്ലേ. സോ ലെറ്റ്സ് കണ്ടിന്യൂ എക്സ്പ്ലോറിങ് ദ സ്റ്റാർസ്. സോ ഇനി നമുക്ക് നമ്മുടെ കോഡിൻ്റെ അടുത്തുള്ള സ്റ്റാർസിനെയാണ് നോക്കേണ്ടത്. സോ ദേ ആർ ലൈക്ക് സിമിലർ ടു ദ സാറ്റലൈറ്റ്സ് ദാറ്റ് വി ഹാഡ് ഇൻ കേസ് ഓഫ് അവർ യൂണിവേഴ്സ്. നമ്മുടെ എർത്തിനോട് വളരെ ക്ലോസ് ആയിട്ടുള്ള സാറ്റലൈറ്റ്സ് പോലെയാണ് ഇനിയുള്ള വാല്യൂസ്. സോ അപ്പോൾ ഇനിയുള്ള വാല്യൂ നോക്കുമ്പോൾ നമ്മൾ കാണുന്നു അതെന്താണ്, ഒരു ഫംഗ്ഷൻ ആണല്ലേ. സോ ഫംഗ്ഷൻസ് ജാവാസ്ക്രിപ്റ്റിൽ നമ്മൾ യൂസ് ചെയ്യുക വേറെ കോഡിനെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫംഗ്ഷൻസ് യൂസ് ചെയ്യുക. ആൻഡ് ഫംഗ്ഷൻസ് ആർ ഇൻവോക്കബിൾ. നമുക്ക് ഫംഗ്ഷൻ വാല്യൂസിനെ നമുക്ക് ഇൻവോക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ വിളിക്കാൻ പറ്റും. അത് ഫംഗ്ഷൻ്റെ ഒരു പ്രത്യേകതയാണ്. ഫംഗ്ഷൻ വാല്യൂസിൻ്റെ ടൈപ്പ് ഫംഗ്ഷൻ തന്നെയാണ്. നമ്മൾ അടുത്ത സ്റ്റാറിലോട്ട് പോകുമ്പോൾ നമുക്ക് കാണാം അത് ബേസിക്കലി എന്താണ്, ഒരു ഒബ്ജക്റ്റ് ആണെന്ന് നമുക്ക് കാണാം. അപ്പോൾ ഒബ്ജക്റ്റ് ആർ യൂസ് ഫോർ റെഫറൻസിങ് കോഡ് ആൻഡ് ഡേറ്റ. കോഡിനെയും ഡേറ്റിനെയും റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒബ്ജക്റ്റ് യൂസ് ചെയ്യുന്നത്. ഒബ്ജക്റ്റിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ബേസിക്കലി കളക്ഷൻ ഓഫ് കീസ് ആൻഡ് വാല്യൂസ്. അപ്പോൾ ഈ കീ വാല്യൂ പെയറുകളുടെ കളക്ഷനെയാണ് നമ്മൾ നോർമലി ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ജാവാസ്ക്രിപ്റ്റിൻ്റെ കേസിൽ കീ എപ്പോഴും സ്ട്രിങ്ങും, വാല്യൂ ക്യാൻ ബി എനി ടൈപ്പ്. സോ വാല്യൂ ക്യാൻ ബി എ പ്രിമിറ്റീവ്, ഇറ്റ് ക്യാൻ ബി എ ഫംഗ്ഷൻ, ഓർ വാല്യൂ ക്യാൻ അഗെയിൻ ബി എൻ ഒബ്ജക്റ്റ്. സോ അതാണ് ഒബ്ജക്ട്സിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. ആൻഡ് നമ്മുടെ പ്രിമിറ്റീവ്, ഞാൻ മുന്നേ പറഞ്ഞ പോലെ നമ്മുടെ പ്രിമിറ്റീവ് വാല്യൂസിനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ നോൺ പ്രിമിറ്റീവ് വാല്യൂസ് ആയിട്ടുള്ള ഈ ഒബ്ജക്റ്റും ഫംഗ്ഷനും നമ്മുടെ കോഡിനോട് വളരെ അടുത്താണ്. ദേ ആർ ലൈക്ക് ക്ലോസ് ടു ദ കോഡ്. സോ ബിക്കോസ് ഓഫ് ദാറ്റ് റീസൺ വി ആർ ഏബിൾ ടു മാനിപ്പുലേറ്റ് ദം. നമ്മുടെ കോഡിൽ ഈ 2 ടൈപ്പ് വാല്യൂസിനെ നമുക്ക് റെഫർ ചെയ്ത് നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ആൻഡ് വി കോൾ ദം നോൺ പ്രിമിറ്റീവ്. സോ ഫസ്റ്റത്തെ ടൈപ്പ് പ്രിമിറ്റീവ് ആൻഡ് ദീസ് ആർ നോൺ പ്രിമിറ്റീവ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ജാവാസ്ക്രിപ്റ്റ് യൂണിവേഴ്സ് എക്സ്പ്ലോറേഷനിൽ നമ്മൾ ഇതുവരെ സഹായിച്ച ഒരു ടെലസ്കോപ്പ് ഉണ്ടല്ലേ. അപ്പോൾ ഈ ടെലസ്കോപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഓരോ വാല്യൂസിൻ്റെയും ടൈപ്പ് കണ്ടുപിടിച്ചത്. നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് ലാംഗ്വേജിലും ഇത്തരം ഫെസിലിറ്റി അല്ലെങ്കിൽ ഇത്തരം ഒരു യൂസ് കേസ് ഉള്ള ഒരു ഹെൽപ്പർ ഓപ്പറേറ്റർ നമുക്കുണ്ട്. സോ അതാണ് ലൈക്ക് ടൈപ്പ് ഓഫ് എന്നുള്ളത്. സോ ടൈപ്പ് ഓഫ് ഓപ്പറേറ്ററിലോട്ട് നമ്മൾ ഓരോ വാല്യൂ പാസ് ചെയ്യുമ്പോഴും ടൈപ്പ് ഓഫ് ഓപ്പറേറ്റർ വിൽ ടെൽ us വാട്ട് ഈസ് ടൈപ്പ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ വാല്യൂ. സോ നമ്മൾ ജാവാസ്ക്രിപ്റ്റിലുള്ള എല്ലാ വാല്യൂ ടൈപ്സിനെയും നമ്മൾ കണ്ടു. ആൻഡ് വി സോ ദാറ്റ് ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഇൻ ജാവാസ്ക്രിപ്റ്റ് അതർ ദാൻ ഒബ്ജക്ട്സ്. അപ്പോൾ even though there exist types that are not object, why still people are telling everything is an object in JavaScript? ജാവാസ്ക്രിപ്റ്റിൽ ഒബ്ജക്റ്റ് അല്ലാത്ത ടൈപ്പും ഒബ്ജക്റ്റ് ആയ ടൈപ്സും ഉണ്ട്. അപ്പോൾ ബട്ട് സ്റ്റിൽ എന്തുകൊണ്ടാണ് ആളുകൾ ജാവാസ്ക്രിപ്റ്റിൽ എല്ലാം തന്നെ ഒബ്ജക്റ്റ് ആണ് എന്ന് പറയുന്നത്? സോ അത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ കണ്ടു ജാവാസ്ക്രിപ്റ്റിൽ ബേസിക്കലി 8 ടൈപ്സ് ആണുള്ളത്. ഓക്കെ, ആൻഡ് നമുക്ക് പ്രിമിറ്റീവ് വാല്യൂസ് ഉണ്ട് ആൻഡ് നോൺ പ്രിമിറ്റീവ് വാല്യൂസ് ഉണ്ട്. പക്ഷേ ഇതിലൊന്നും പെടാതെ നിൽക്കുന്നത് അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ കാണാത്ത ഒരു ടൈപ്പ് വാല്യൂ ആണ് അറേ എന്ന് പറയുന്നത്. സോ അറേയുടെ കേസ് വരുമ്പോൾ അറേ ലൈക്ക് കുറച്ച് സ്പെഷ്യലാണ്. സോ ഇതെങ്ങനെ മനസ്സിലാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രിമിറ്റീവ് നോൺ പ്രിമിറ്റീവ് കാറ്റഗറൈസേഷൻ പോലെ തന്നെ നമുക്ക് വേറൊരു കാറ്റഗറൈസേഷൻ കൂടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. സോ വി ക്യാൻ സേ ഇൻ ജാവാസ്ക്രിപ്റ്റ് വി ഹാവ് വാല്യൂസ് ദാറ്റ് ഹാവ് എ ടൈപ്പ് ഓഫ് ഒബ്ജക്റ്റ് ആൻഡ് വാല്യൂസ് ദാറ്റ് ഡോണ്ട് ഹാവ് എ ടൈപ്പ് ഓഫ് ഒബ്ജക്റ്റ്. സോ ഒബ്ജക്റ്റ് ടൈപ്പുള്ള വാല്യൂസ് ഉണ്ട്, ഒബ്ജക്റ്റ് ടൈപ്പ് അല്ലാത്ത വാല്യൂസ് ഉണ്ട്. സോ ഈ ഒബ്ജക്റ്റ് ടൈപ്പ് അല്ലാത്ത വാല്യൂസിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ് നമ്മുടെ പ്രിമിറ്റീവ് ആയിട്ടുള്ള സ്ട്രിങ്, നമ്പർ, ബിഗിൻഡ്, ബൂളിയൻ, സിമ്പിൾ, അതെല്ലാം. ആൻഡ് ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് ഫംഗ്ഷൻ അല്ലേ. സോ ഫംഗ്ഷൻ ടൈപ്പ് ഞാൻ പറഞ്ഞു എന്താണ്, ഫംഗ്ഷനാണ്. സോ അതുകൊണ്ട് അതും നമ്മുടെ നോൺ ഒബ്ജക്റ്റ് ടൈപ്പ് വാല്യൂ ആണ്. അപ്പോൾ ഈ ഒരു കാറ്റഗറിയിൽ പെടാത്ത എല്ലാ വാല്യൂസിനെയും നമ്മൾ ഒബ്ജക്ട്സ് ആയിട്ടാണ് ജാവാസ്ക്രിപ്റ്റിൽ ട്രീറ്റ് ചെയ്യുക. ആൻഡ് ഫോർ ദാറ്റ് സെയിം റീസൺ ജാവാസ്ക്രിപ്റ്റിലുള്ള നമ്മുടെ അറേ, നമ്മുടെ ഡേറ്റ്, റെഗുലർ എക്സ്പ്രഷൻ, അപ്പോൾ ഇതിൻ്റെ എല്ലാം ടൈപ്പ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് ഒബ്ജക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ
ഒരു എക്സെപ്ഷൻ ഉള്ളത് നമ്മുടെ നള്ളിനാണ്. സോ ഇവിടെ ഞാൻ ടൈപ്സ് പറഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഒരിക്കലും നൾ ടൈപ്പ് ഉണ്ട് എന്ന് പറഞ്ഞില്ല. കാരണം ജാവാസ്ക്രിപ്റ്റിൽ നൾ എന്നൊരു ടൈപ്പ് ഇല്ല. സോ നള്ള് ഇസ് എ പ്രിമിറ്റീവ് വാല്യൂ, ബട്ട് നള്ളിൻ്റെ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഒബ്ജക്റ്റ് ആയിരിക്കും. ഞാൻ മുന്നേ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കാറ്റഗറൈസേഷൻ, നോൺ ഒബ്ജക്റ്റ് ടൈപ്പ് കാറ്റഗറൈസേഷനിൽ ഇല്ലാത്ത എല്ലാ വാല്യൂസും എന്തായിരിക്കും? വിൽ ബി ഹാവിങ് എ ടൈപ്പ് ഓഫ് ഒബ്ജക്റ്റ്. സോ അവിടെ നള്ളില്ല. ബിക്കോസ് ഓഫ് ദാറ്റ് റീസൺ ദ ടൈപ്പ് ഓഫ് വാല്യൂ ഓഫ് നൾ വിൽ ഓൾവേസ് ബി ഒബ്ജക്റ്റ്. ആൻഡ് ഇതിന് കുറേ ഹിസ്റ്ററിക്കൽ റീസൺസ് ഉണ്ട്. ജാവാസ്ക്രിപ്റ്റ് സ്റ്റാർട്ട് ചെയ്ത മുതൽ, ലൈക്ക് സിൻസ് ദ ടൈം ഇറ്റ് ഇവോൾവ്, ജാവാസ്ക്രിപ്റ്റിൽ നള്ളിൻ്റെ ടൈപ്പ് ഒബ്ജക്റ്റ് തന്നെയായിരുന്നു. ആൻഡ് പീപ്പിൾ സേ ദിസ് ഇസ് വൺ ഓഫ് ദ ക്ലാസിക്കൽ ബഗ്സ് ഇൻ JS, ബട്ട് ഐ വുഡ് ലൈക്ക് ടു കോൾ ഇറ്റ് ആസ് എ നുവാൻസ് ഓഫ് ദ ലാംഗ്വേജ്. ആൻഡ് ഇത് ഇങ്ങനെയായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹിസ്റ്ററിക്കൽ റീസൺസ് ഉണ്ട്. ആൻഡ് അതിൻ്റെ ഒരു ആർട്ടിക്കിൾ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ചെയ്യാം. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, ലൈക്ക് യു ക്യാൻ ഗോ ആൻഡ് റെഫർ. ആൻഡ് അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഈ ഒരു ബഗ് ഫിക്സ് ചെയ്യുന്നതല്ലേ, കാര്യങ്ങൾ കുറച്ചും കൂടെ ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബഗ് ഫിക്സ് ചെയ്താൽ പോരെ, ഇത് എന്തിനാണ് നമ്മൾ ഇപ്പോഴും ഇങ്ങനെ തന്നെ കൊണ്ടു നടക്കുന്നത് നിങ്ങൾക്ക് വിചാരിക്കാം. പക്ഷേ ദ തിങ് ഇസ് ഇറ്റ്സ് റിയലി ലേറ്റ് ഫോർ അസ് ടു ഫിക്സ് ദിസ്. ആൻഡ് ഇത് ഫിക്സ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ കറൻ്റ്ലി പ്രൊഡക്ഷനിലുള്ള കുറേ കോഡായിരിക്കും നമ്മൾ ബ്രേക്ക് ചെയ്യുന്നത്. ആൻഡ് വി ഡോണ്ട് വാണ്ട് ടു ടേക്ക് ദാറ്റ് റിസ്ക്. സോ ഫോർ ദാറ്റ് റീസൺ വി ആർ ഫോഴ്സ്ഡ് ടു ലിവ് വിത്ത് ദിസ് നുവാൻസ് ഓഫ് ദ ലാംഗ്വേജ്. പിന്നെ അടുത്ത ഒരു അഗെയിൻ അനദർ എക്സെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രിങ് പോലെയുള്ള ഒരു പ്രിമിറ്റീവ് ടൈപ്പാണ്. സോ സ്ട്രിങ് നമ്മൾ പറഞ്ഞത് എന്താണ്? അതൊരു പ്രിമിറ്റീവ് ടൈപ്പാണ്. അപ്പോൾ സ്ട്രിങ്ങിൻ്റെ ടൈപ്പ് സ്ട്രിങ് തന്നെയാണ്. ബട്ട് ഇൻട്രസ്റ്റിംഗ് തിങ് ഇസ് ഈ സ്ട്രിങ്ങിൻ്റെ മുകളിൽ നമുക്ക് മെത്തേഡ്സ് അവൈലബിൾ ആണ്. സോ ഈ ഒരു ബിഹേവിയർ നമ്മൾ നോർമലി കണ്ടിട്ടുള്ളത് ഒബ്ജക്റ്റ് ടൈപ്സിലാണ്. പക്ഷേ ജാവാസ്ക്രിപ്റ്റിൽ ഈ സ്ട്രിങ് പ്രിമിറ്റീവ് വാല്യൂവിൻ്റെ മുകളിൽ നമുക്ക് ഒബ്ജക്ട്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് എൻജിൻ തന്നെ സ്ട്രിങ്ങിനെ ഒരു റാപ്പർ ഒബ്ജക്റ്റിൽ റാപ്പ് ചെയ്തിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. സോ ഈ ഒരു റാപ്പർ ഒബ്ജക്റ്റിൻ്റെ ഭാഗമാണ് ഇത്തരം ഹെൽപ്പർ മെത്തേഡ്സ് എന്നുള്ളത്. ആൻഡ് ഈ ഒരു റാപ്പർ മെത്തേഡ് ടെമ്പററി ആണ്. സോ ദേ ഗെറ്റ് ക്രിയേറ്റഡ് ആൻഡ് ഡിസ്കാർഡഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും ജാവാസ്ക്രിപ്റ്റിൽ സ്ട്രിങ്ങിൻ്റെ ടൈപ്പ് ഒബ്ജക്റ്റ് അല്ല. ഈവൻ ദോ ദേ ബിഹേവ് ലൈക്ക് ഒബ്ജക്റ്റ്, സ്ട്രിങ്ങിൻ്റെ ടൈപ്പ് എപ്പോഴും സ്ട്രിങ് തന്നെ ആയിരിക്കും. ആൻഡ് ലൈക്ക് യു ഡോണ്ട് നീഡ് ടു ഗെറ്റ് കൺഫ്യൂസ്ഡ്. ഇത് നമ്മുടെ ജാവാസ്ക്രിപ്റ്റിൻ്റെ കുറച്ച് നുവാൻസസ് അല്ലെങ്കിൽ ലൈക്ക് കുറച്ച് ഗോച്ചാസ് ആണ്. സോ ഇറ്റ്സ് ഗുഡ് ടു നോ. അപ്പോൾ അടുത്ത വട്ടം ഇഫ് യു സീ പീപ്പിൾ ടെലിങ് യു എവറിത്തിങ് ഈസ് എൻ ഒബ്ജക്റ്റ് ഇൻ ജാവാസ്ക്രിപ്റ്റ്, കോൺഫിഡൻ്റ്ലി യു ക്യാൻ ടെൽ ദം നോ, ദാറ്റ് ഇസ് നോട്ട് ദ കേസ്, ബട്ട് ദർ ആർ ഫ്യൂ എക്സെപ്ഷൻസ്. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞതിനെ ഒന്ന് സമ്മറൈസ് ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ നമ്മൾ എവിടെ തുടങ്ങി? മിൽക്കി വേയിൽ തുടങ്ങി. നമ്മൾ ഭൂമിയെ കുറിച്ച് സംസാരിച്ചു. ഭൂമിക്ക് ചുറ്റുമുള്ള പ്ലാനറ്റ്, സാറ്റലൈറ്റ്സ്, ആസ്ട്രോയിഡ്, മീറ്റിയോറോയിഡ്സിനെ കണ്ടു. അപ്പോൾ ഈ ഒരു സെയിം മോഡൽ നമ്മൾ നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് യൂണിവേഴ്സിലോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ കോഡ് എന്നുള്ളത് ജാവാസ്ക്രിപ്റ്റ് യൂണിവേഴ്സിലെ ഒരു പ്ലാനറ്റ് ആണ് എന്നുള്ളൊരു മെൻ്റൽ മോഡലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഈ പ്ലാനറ്റിൻ്റെ പുറത്താണ് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് യൂണിവേഴ്സിൽ നമ്മുടെ വാല്യൂസ് ഉള്ളത്. അപ്പോൾ നമ്മുടെ റിയൽ മിൽക്കി വേയിലുള്ള നമ്മുടെ എർത്ത്, അപ്പോൾ എർത്തിന് പുറത്തുള്ള മറ്റ് ഗ്രഹങ്ങൾ, സാറ്റലൈറ്റ്സ്, ആസ്ട്രോയിഡ്സ് പോലെയാണ് നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് യൂണിവേഴ്സിൽ നമ്മുടെ വാല്യൂസ് ബിഹേവ് ചെയ്യുന്നത്. ആൻഡ് ദ ഇമ്പോർട്ടൻറ്റ് തിങ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് വാല്യൂസ് ലിവ് ഔട്ട്സൈഡ് ദ കോഡ്. കോഡിന് പുറത്താണ് ഈ വാല്യൂസ് എല്ലാം ഉള്ളത്. ആൻഡ് ഇവിടെ ചില വാല്യൂ ടൈപ്സ് നമ്മുടെ കോഡിൽ നിന്നും വളരെ ദൂരെയാണ്. അങ്ങനെ ദൂരെയായിട്ടുള്ള വാല്യൂസ് ഇമ്മ്യൂട്ടബിൾ ആണ്, നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ദേ ക്യാൻ ഓൺലി ബി റെഫറൻസ് ഇൻ അവർ കോഡ്. ദേ ക്യാൻ നെവർ ബി ഡിസ്ട്രോയിഡ്, നെവർ ബി ക്രിയേറ്റഡ് ആൻഡ് നെവർ ബി മ്യൂട്ടേറ്റഡ്. പിന്നെ ഇത് ഒരു 6 ടൈപ്സും 7 വാല്യൂ ആണുള്ളത്. ബിക്കോസ് വി ആർ ഹാവിങ് എ ടൈപ്പ് എക്സെപ്ഷൻ ഫോർ നൾ. പിന്നെ നമ്മൾ കണ്ടു എന്താണ് 2 ടൈപ്പ് ഉണ്ട്. ആൻഡ് ദിസ് 2 ടൈപ്സ് ആർ റിയലി ക്ലോസ് ടു ദ കോഡ്. നമ്മുടെ പ്ലാനറ്റിനോട് വളരെ അടുത്താണ്. സോ ദേ ആർ ലൈക്ക് ദ സാറ്റലൈറ്റ്സ് ദാറ്റ് വി ഹാവ് ഇൻ അവർ ലൈക്ക് മിൽക്കി വേ വിച്ച് ഇസ് നിയർ ടു എർത്ത്. നമ്മുടെ എർത്തിനോട് അടുത്ത് നിൽക്കുന്ന ഹ്യൂമൻ മെയ്ഡ് സാറ്റലൈറ്റ്സ് പോലെയാണ്. അപ്പോൾ നമ്മുടെ കോഡിനോട് വളരെ അടുത്ത് ഈ വാല്യൂസ് നിൽക്കുന്ന കാരണം ഈ വാല്യൂസിന് നമുക്ക് നമ്മുടെ കോഡിൽ റെഫറൻസ് ചെയ്യാനും പറ്റും, മാനിപ്പുലേറ്റ് ചെയ്യാനും പറ്റും. ആൻഡ് ലൈക്ക് വി ബേസിക്കലി യൂസ് ദം ടു റെഫർ അതർ വാല്യൂസ്. സോ ഈ വാല്യൂസ് നമ്മൾ വേറെ വാല്യൂസിനെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുക. ആൻഡ് ഈ ഒരു എക്സ്പ്ലോറേഷനിൽ ഈ ജാവാസ്ക്രിപ്റ്റ് യൂണിവേഴ്സിനെയും അതിലുള്ള വാല്യൂസിനെയും കാണാനും മനസ്സിലാക്കാനും വേണ്ടിയിട്ട് നമ്മളെ സഹായിച്ചത് ഒരു ടെലസ്കോപ്പാണ്. അതിന് ലൈക്ക് റിയലി സിമിലർ ടു ദാറ്റ് നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് ലാംഗ്വേജിലും നമുക്കൊരു ഓപ്പറേറ്റർ ഉണ്ട്. ആ ഓപ്പറേറ്ററിൻ്റെ പേരാണ് ടൈപ്പ് ഓഫ് എന്നുള്ളത്. സോ ടൈപ്പ് ഓഫ് യൂസ് ചെയ്തിട്ട് നമുക്ക് ജാവാസ്ക്രിപ്റ്റ് യൂണിവേഴ്സിലുള്ള എല്ലാ വാല്യൂസിൻ്റെയും ടൈപ്പ് കണ്ടുപിടിക്കാൻ പറ്റും. ആൻഡ് ടുവേർഡ്സ് ദ എൻഡ് വി ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് എവറിത്തിങ് ഈസ് നോട്ട് ആൻ ഒബ്ജക്റ്റ് ഇൻ ജാവാസ്ക്രിപ്റ്റ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് എന്നുള്ള റീസൺ നമ്മൾ കുറച്ച് എക്സെപ്ഷൻസ് കണ്ടു ഇൻ കേസ് ഓഫ് നൾ ആൻഡ് സ്ട്രിങ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഇനി വരാൻ പോകുന്ന വീഡിയോയിൽ ലൈക്ക് വി വിൽ ബി ട്രൈങ് ടു എക്സ്പാൻഡ് അവർ അണ്ടർസ്റ്റാൻഡിങ് അവർ ലൈക്ക് ദ മെൻ്റൽ മോഡൽ അബൌട്ട് ജാവാസ്ക്രിപ്റ്റ് യൂണിവേഴ്സ്. ഈ വാല്യൂസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത വാല്യൂസിനെ എങ്ങനെയാണ് നമ്മൾ കോഡിൽ റെഫറൻസ് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കും.
പിന്നീട് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ് ഇമ്മ്യൂട്ടബിലിറ്റി ലൈക്ക് ജാവാസ്ക്രിപ്റ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആൻഡ് ഇൻ ലോട്ട് ഓഫ് വേസ് ഇറ്റ് ഈസ് ബീങ് മിസ്അണ്ടർസ്റ്റുഡ്. സോ ഇമ്മ്യൂട്ടബിലിറ്റീനെ അതിൻ്റെ കറക്റ്റ് സെൻസിൽ മനസ്സിലാക്കാൻ നമ്മൾ ഇനിയുള്ള വീഡിയോസിലൂടെ ശ്രമിക്കുന്നതായിരിക്കും. സോ ഡെഫിനറ്റ്ലി സ്റ്റേ ട്യൂൺഡ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ആൻഡ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് കമൻറ്റുകളായിട്ട് ഈ വീഡിയോയുടെ അടിയിൽ രേഖപ്പെടുത്താം. സോ അണ്ടിൽ നെക്സ്റ്റ് ടൈം, സ്റ്റേ ഹംഗ്രി, സ്റ്റേ ഫോക്കസ്ഡ്, ഹാപ്പി ലേണിംഗ്. താങ്ക് യു.